തിയേറ്ററിൽ പ്രദർശന വിജയം നേടുന്ന ഭീഷ്മപർവം സിനിമയിൽ പ്രധാന കഥാപരസരം കൊച്ചിയാണ്. സിനിമയിൽ പലരുടെയും സംഭാഷണങ്ങളിൽ നിറയുന്ന ഒരു പേരാണ് ഭ്രാന്തൻ കുര്യച്ചൻ. പതിറ്റാണ്ടുകളായി കൊച്ചിയുടെ വിശ്വാസങ്ങളിൽ അലിഞ്ഞുചേർന്ന ഒന്നാണത്. ഒരു സിനിമാ ഡയലോഗിന്റെ പകിട്ടിനപ്പുറം ഭ്രാന്തൻ കുര്യച്ചൻ എന്നത് നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ മനസ്സിൽ ഇഴപിരിയുന്ന നേരിന്റെ പ്രതീകമാണ്. എൻ്റെ മോർണിങ്ങിന് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഇവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ വരികയും അത് പിന്നെ ഞാൻ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ വന്നിട്ട് അവനെ 7 ആഴ്ചയോളം ഞാൻ വന്നിട്ട് ഇവിടുത്തെ എണ്ണ തൊട്ട് അങ്ങനെ ഇതാകുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ഇല്ലാന്നറിയില്ല. ചിലപ്പോൾ ഞാൻ വിശ്വാസത്തിൻ്റെ പേരില്ലാതെ എനിക്ക് പിന്നെ ഞാനൊരു ബയോപ്സി ചെയ്യാൻ പറഞ്ഞതാണ്. അതിനുശേഷം ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തപ്പോഴത്തേക്കും വേറെ ഒരു ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല എന്നൊക്കെ അങ്ങനെ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ എനിക്കൊരു അങ്ങനെ കുരിച്ചൻ്റെ ഇതിൽ തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായതാണ്. ആരാണ് ഭ്രാന്തൻ കുര്യച്ചൻ? അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെയൊരാൾ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി ഒരാളുണ്ട്. കുര്യച്ചൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സിംഗ് ആയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തിരിച്ചു കിട്ടുന്നതാണ്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സാധനം അത് മിസ്സായിട്ട് ഞങ്ങൾ നേർന്നു. അത് കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കത് കിട്ടി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ വന്നിട്ട് നേർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഭ്രാന്തൻ കുര്യച്ചൻ എന്ന പേരിന്റെ പൊരുൾ തേടി ചെന്നാൽ അത് ചെന്നു നിൽക്കുക 15-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാരുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവിലും മട്ടാഞ്ചേരിയുടെ വാണിജ്യ പ്രതാപത്തിലുമാണ്. കൊച്ചിയിലെ എഴുതപ്പെടാത്ത നിയമമുള്ള കാലത്തെല്ലാം ഈ ഒരു വിശ്വാസം സത്യം പറയലും അല്ലെങ്കിൽ കളവ് ചെയ്യലും ഒക്കെ തടഞ്ഞാനായിട്ട് സമൂഹം ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന കുര്യച്ചൻ്റെ പേരിലൊരു ആൾ സത്യം വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കും. പോർച്ചുഗീസുകാർക്കൊപ്പം വന്ന ഈശോ സഭയുടെ രീതികളോട് എതിർപ്പ് പ്രകടിപ്പിച്ച ഇവിടെയുള്ള ക്രിസ്തുമത വിശ്വാസികൾ കുരിശിൽ വടം കെട്ടി വലിച്ചു. ഇതിനെ തുടർന്ന് കുരിശ് അന്ന് അല്പം വളഞ്ഞു. തുടർന്ന് അത് കൂനൻ കുരിശായും ഈ സംഭവം കൂനൻ കുരിശ് സത്യമായും അറിയപ്പെട്ടു. പോർച്ചുഗീസ് ഭാഷയിൽ വളഞ്ഞ കുരിശെന്നാൽ പാന്തർ ക്രൂസ് എന്നാണ്. ഇതാണ് കാലാന്തരത്തിൽ ഭ്രാന്തൻ കുര്യച്ചനായി മാറിയത്. എന്തെങ്കിലും വസ്തുക്കൾ മോഷണം വന്നുപോയാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് തിരികെ ലഭിക്കുമെന്നും മോഷണം നടത്തിയ ആൾക്ക് ഭ്രാന്ത് വരുമെന്നുമുള്ള വിശ്വാസവുമുണ്ട്. ഇതെല്ലാം കൂടി കലരുന്നതാണ് സത്യത്തിൽ ഭ്രാന്തൻ കുര്യച്ചൻ എന്ന വിശ്വാസികളുടെ സങ്കല്പം. മട്ടാഞ്ചേരിയുടെ ഇടുങ്ങിയ തെരുവിൽ കണിയും കാവലുമായി ഇങ്ങനെയൊരാളുണ്ടെന്നത് ഇന്നവരുടെ പ്രതീക്ഷയുമാണ്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി.